വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഡൗൺ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം ചെറിയ രീതിയിലൊരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ആ വീഡിയോയിലും ഒക്കെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് അതൊക്കെ അങ്ങ് വിട്ടിട്ട് ഇപ്പൊ ഏകദേശം ഓക്കെയാണ്. ഒരു വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ കേട്ടോ. ഓവറായിട്ട് സംസാരിക്കുമ്പോൾ, ഓവറായിട്ട് സ്ട്രെയിൻ എടുക്കുമ്പോൾ ഉള്ള ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ഐ എം പെർഫെക്റ്റ്ലി ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ വരുന്നു. അപ്പൊ നമുക്ക് പെട്ടെന്ന് എല്ലാം ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഞാന് എന്റെ എന്റെ യൂട്യൂബിൽ ഞാൻ കുറെ വർഷം മുന്നേ ഞാനൊരു വീഡിയോ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഈ റീസെന്റ് ആയിട്ടാണ് കുറച്ച് നാൾ മുന്നേ ആണ് ഞാൻ വീഡിയോ വീണ്ടും കണ്ടത്. അപ്പൊ നമ്മുടെ ലക്ഷ്മി നായരില്ലേ, ഡോക്ടർ ലക്ഷ്മി നായരുടെ ഒരു ബോട്ടോക്സ് ക്രീമാണ് കേട്ടോ. അപ്പൊ ഞാനത് കണ്ടപ്പോ നമുക്ക് കൊള്ളാലോ, ആള് പറയുന്നതെല്ലാം നല്ലതാണെന്ന് തോന്നി. അങ്ങനെ ചെയ്തു കേട്ടോ. അങ്ങനെ ചെയ്തു. ആ ക്രീം ഉണ്ടാക്കി ഞാൻ യൂസ് ചെയ്തു. കുറച്ച് യൂസ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ട് എനിക്ക് കിട്ടി. അതിനുശേഷം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഞാൻ ഉണ്ടാക്കി ക്രീം യൂസ് ചെയ്തു. കുറച്ച് യൂസ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പൊ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആ വീഡിയോ അത് എന്താണെന്നും എങ്ങനെയാണെന്നും അതിന്റെ പ്രൊസീജിയർ എന്താണെന്നും നോക്കാം കേട്ടോ. അപ്പൊ നല്ല റിസൾട്ട് കിട്ടിയ ഒരു ക്രീമാണ് കേട്ടോ അത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ആ ക്രീം എന്താന്ന് വെച്ചാല് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു ബോട്ടോക്സ് ക്രീമാണ് കേട്ടോ. ബോട്ടോക്സ് നമ്മൾ ഈ അല്ലാണ്ട് ചെയ്യുമല്ലോ, മെഡിക്കലി നമുക്ക് ബോട്ടോക്സ് കാര്യങ്ങളൊക്കെ ചെയ്യും. ഒന്നും ഒരു സൈഡ് എഫക്റ്റോ ഒരു കാര്യങ്ങളോ ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു 30+ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ചെറിയ വ്രിങ്കിൾസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വീണ് തുടങ്ങും. പക്ഷെ നമ്മൾ അറിയുന്നത് നല്ല വിസിബിൾ ആകുമ്പോഴത്തേക്കും മാത്രമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ 28 ആവുമ്പോഴത്തേക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ സ്കിൻ കെയർ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അത് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലെങ്കിൽ കൂടിയും പിന്നീട് ഗ്രാജുവലി നമ്മൾക്ക് സ്കിന്നിൽ ചേഞ്ച് നമുക്ക് തന്നെ വിസിബിൾ ആയിട്ട് അറിയാൻ പറ്റും. നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ തോന്നും ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് തോന്നും. പക്ഷെ നിങ്ങൾ ഗ്രാജുവലി നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് റിങ്കിൾ ആവും, പിഗ്മെന്റേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും കേട്ടോ. അപ്പൊ അത് നമ്മൾ കെയർ ചെയ്യണം. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ക്രീമാണ് കേട്ടോ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതും കൂടെ ഉണ്ടാക്കുന്ന കാര്യം കൂടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അത് ആദ്യം പോയി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം അത് വെള്ളം ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഗാർലിക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകിയ ഗാർലിക് ഇട്ട് കൊടുക്കാം. അത് വേവട്ടെ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് അരിപ്പൊടി, നല്ല ഫൈനായിട്ടുള്ള പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം നമ്മുടെ വെളുത്തുള്ളി ഏകദേശം വെന്ത് കഴിയുമ്പോൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അത് വീണ്ടും ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിക്കുക. അത് കുറച്ചുകൂടെ വെള്ളം, എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഓവറായിട്ട് കുറുക്കിയെടുക്കണ്ട, കുറച്ചൊന്ന് ക്രീമി കൺസിസ്റ്റൻസി ആക്കി എടുക്കുക. ഏകദേശം ഇതേപോലെ ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പൊ അത് അവിടെ തണുക്കട്ടെ, കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പൊ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ ഈ ബോട്ടോക്സ് ക്രീം എന്ന് പറയുന്നത് ആന്റി ഏജിങ്ങിനും ആന്റി വ്രിങ്കിൾസിനും ആന്റി ഇൻഫ്ലമേറ്ററി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്രീം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഗാർലിക് ഉണ്ട്, റൈസ് ഫ്ലോർ ഉണ്ട്, പിന്നെ ആൽമണ്ട് ഓയിൽ ഉണ്ട്, വിവിയോൺ ഉണ്ട്, അതായത് വിറ്റാമിൻ ഇ ടാബ്ലറ്റ് ഉണ്ട്, അലോവേര ജെൽ കേട്ടോ. ഇതൊന്നും തന്നെ നമ്മുടെ സ്കിന്നിന് പ്രത്യേകിച്ച് ഹാർംഫുൾ ആയിട്ടുള്ള ഒന്നുമല്ല. നമ്മുടെ ഗാർലിക്കിനെ കുറിച്ച് ഞാൻ വേറെ വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്, ഗാർലിക്കിനെ കുറിച്ചിട്ടുള്ളത്. ഗാർലിക്കിൽ മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്നത് പറഞ്ഞാൽ സൾഫർ ആണ് കേട്ടോ. സൾഫർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഗാർലിക് എന്ന് പറയുമ്പോഴത്തേക്കും. കൊളാജൻ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ആവുന്നത് വരെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവാനും ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗാർലിക്കിന് തന്നെ പറയാനാണെങ്കിൽ ഒരു വീഡിയോയിൽ ഫുൾ ഉണ്ട് കേട്ടോ. ഗാർലിക്കിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത് പറഞ്ഞാൽ വിറ്റാമിൻ ഇ, അതായത് വിറ്റാമിൻ ഇ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ മോയിസ്ചർ ചെയ്യാനും നമ്മുടെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക്, അതായത് എന്റെ ഡ്രൈ സ്കിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇവിയോൺ എന്ന് പറയുന്നത്. വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഗ്ലോ ആവാനും ഡ്രൈ സ്കിന്നിനെ മാറ്റിയെടുക്കാൻ, ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറാൻ, നമ്മൾ റിങ്കിൾ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ വിറ്റാമിൻ ഇ എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് പറഞ്ഞാൽ ആൽമണ്ട് ഓയിൽ കേട്ടോ. നമ്മുടെ സ്കിന്നിലെ പാടുകൾ മാറാനും സൺ ടാൻ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അതൊക്കെ റിമൂവ് ചെയ്യും. നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൽമണ്ട് ഓയിൽ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആൽമണ്ട് ഓയിൽ മസാജിങ് ഒക്കെ അടിപൊളിയാണ്. ആൽമണ്ട് ഓയിൽ മാത്രം വെച്ച് നമ്മൾ ഫേസ് മസാജ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. സ്കിന്നിലെ പാടും ടാനും ഒക്കെ റിമൂവ് ആവാൻ വേണ്ടി നമുക്ക് തന്നെ വിസിബിൾ ആയിട്ടുള്ള കാണാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ അരിപ്പൊടി, അതായത് നമ്മുടെ റൈസ് ഫ്ലോറും അലോവേര ജെല്ലും എല്ലാവർക്കും അറിയായിരിക്കും, അതിന്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ ഇതെല്ലാം കൂട്ടുള്ള ക്രീമാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ലക്ഷ്മി നായർ പറഞ്ഞു നമ്മുടെ ബോട്ടോക്സ് ക്രീമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്.
അപ്പോൾ നമ്മുടെ ക്രീം തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ അലോവേര ജെൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആൽമണ്ട് ഓയിലാണ് കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിയോൺ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഒന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ ക്രീം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടിയിട്ട് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആള് പറഞ്ഞപ്പോ നമ്മുടെ ഗാർലിക്കിന് സ്മെല്ലില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചില്ല എന്തായാലും ഗാർലിക്കിന് എങ്ങനെ ഇട്ടാലും ഒരു സ്മെല്ല് എന്തായാലും ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോ കറിയിട്ട് വേവിച്ചാണ് എടുക്കണമെങ്കിലും ഒരു സ്മെല്ല് ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ ഇതിന് സ്മെല്ലില്ലടാ, ഒട്ടും. ഗാർലിക്കിനകത്ത് ഒന്നോ പോലും അറിയാത്ത രീതിയിലാണ് കേട്ടോ ഇതിനകത്ത് കിടക്കുന്നത്. തീരെ സ്മെല്ലില്ല കേട്ടോ, ഒട്ടും സ്മെല്ല് ഉണ്ടാവത്തില്ല. ഞാനത് ഇട്ടിട്ട് ഇതിന്റെ ഗാർലിക്കുള്ള ക്രീമാണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ ഇതുള്ളത്. അങ്ങനെ ഒട്ടും തീരെ സ്മെല്ലില്ല. അപ്പൊ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ, നല്ല ക്രീം പോലെ. നമ്മുടെ അതേ ക്രീമിന്റെ അതേ രീതിയിൽ തന്നെ കിട്ടും. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ട് നമുക്കിപ്പോ ഫേസിലിടാം. ഞാൻ ഫേസിൽ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കണ്ണ് വെച്ചിട്ടുണ്ട്, ഹൈബ്രോ ചെയ്തിട്ടുണ്ട്, ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, അത്ര ഇട്ടുള്ളൂ. അപ്പൊ നമുക്കിത് ഫേസിൽ ഇട്ട് കൊടുക്കാം. ഇത് നൈറ്റ് ടൈം ഇട്ടിട്ട് ആള് പറയുന്നത് നമുക്ക് സിറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അവർ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് ഇട്ട് കൊടുക്കാന്നാണ് കേട്ടോ പറയുന്നത്. ഞാൻ അങ്ങനെ ഇടാറില്ല, സിറംസിന്റെ കൂടെ വേറെ ഒന്നിന്റെ കൂടെ ഇടാറില്ല. ജസ്റ്റ് ഇതിട്ടിട്ട് ചെറിയ രീതിയിൽ മോയ്സ്ചറൈസർ ഇട്ടിട്ട് കിടക്കുകയുള്ളൂ കേട്ടോ ചെയ്യും. മോയ്സ്ചറൈസറിന്റെ ആവശ്യമില്ല, എന്നാലും എനിക്ക് വേണ്ടി ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇരിക്കും കേട്ടോ, നല്ലൊരു ക്രീമി, നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയാണ്. നന്നായിട്ട് മസാജ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് പിടിക്കും കേട്ടോ, നമ്മുടെ ഫേസിലൊക്കെ നന്നായിട്ട് ഇത് പിടിക്കും. നമ്മുടെ ഇവിയോണും ആൽമണ്ട് ഓയിലും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു മോയിസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. നിങ്ങളിത് കുറച്ച് ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ, നല്ല റിസൾട്ടാ, അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഫേസും ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഫേസും നന്നായിട്ട് മസാജ് കൊടുക്കണം. പിന്നെ അരിപ്പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒട്ടും തരിയില്ലാത്ത അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഞാനിവിടെ നമ്മുടെ പത്തിരിയുടെ അതേപോലത്തെ പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്ന, തീരെ തരിയില്ല. തരി ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സ്ക്രബ് ഫീൽ ആയിരിക്കും കേട്ടോ, ഒരു പിരിപിരിപ്പ് നമുക്ക് സ്കിന്നിൽ ഇങ്ങനെ തോന്നും. ഇത് പ്രത്യേകിച്ച് തരിയോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഈ ഒരു ക്രീം ഇടുന്ന അതേ ഇത് തന്നെയാണ് കേട്ടോ സ്കിന്നിൽ കയറ്. അതോ ഞാനിപ്പോ സ്കിന്നിൽ ഫുള്ള് ഇട്ടിട്ട് കാണുമ്പോഴത്തേക്ക് ചേഞ്ചസ് കാണുമ്പോഴത്തേക്ക് അറിയായിരിക്കും, നല്ലൊരു ഗ്ലോയി സ്കിന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെടും. ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത് തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടും പോലെ തോന്നി കേട്ടോ. അപ്പൊ നമുക്കിത് സ്റ്റോർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം, ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ ചീത്തയായിപ്പോ കുറച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പൊ അടിപൊളി സാധനമാണ് കേട്ടോ, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇട്ട് റിസൾട്ട് കിട്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇപ്പൊ എന്റെ സ്കിന്നൊക്കെ കാണുമ്പോൾ ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെയാണ് കേട്ടോ ഇടുന്നത്. നിങ്ങൾക്ക് എന്റെ സ്കിന്ന് കാണുമ്പോഴത്തേക്ക് എന്നെ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നേരിട്ട് കാണുമ്പോൾ എനിക്ക് നന്നായിട്ട് എന്റെ സ്കിന്ന് നല്ല ചേഞ്ചസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു 28 അത്രയുള്ള ആയിട്ടുള്ളവരാണെങ്കിൽ 28 അല്ല 25 തൊട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിലും അത്രയ്ക്ക് സൺ ഡാമേജ് ആണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്നത്. ഡെയിലി യൂസ് ചെയ്യണം കേട്ടോ. ദിവസം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അടിപൊളിയാണ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇനി പറയേണ്ടെന്ന് വിചാരിക്കുന്നു, അടിപൊളിയാണ്. നിങ്ങൾ യൂസ് ചെയ്തതിന്റെ റിസൾട്ട് എനിക്ക് പറഞ്ഞു തരണേ. അപ്പൊ ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.